നമസ്കാരം. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിലാണ് അവർ തുടരുന്നത്. ഉമാ തോമസ് അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പരിപാടി സംഘടിപ്പിച്ച ഈവന്റ് ഗ്രൂപ്പിന്റെ മാനേജറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. ഇതിനിടയിൽ ഇപ്പോഴത്തെ സംഘാടനത്തിലെ പിഴവിൻ്റെ വ്യാപ്തി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ദുരന്ത നിവാരണ വിദഗ്ധനായ മുരളി തുമാരക്കുടി. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മുരളി തുമാരക്കുടി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: സുരക്ഷയും രക്ഷാപ്രവർത്തനവും. കലൂരിലെ നൃത്ത പരിപാടിക്കിടയിൽ സ്റ്റേജിൽ നിന്നും ശ്രീമതി ഉമാ തോമസ് വീണ സാഹചര്യം ശ്രദ്ധിക്കുന്നു. ഗുരുതരമായ അപകടമാണെങ്കിലും ഉമാ തോമസ് അപകടനില ഏറ്റവും വേഗത്തിൽ തരണം ചെയ്യട്ടെ എന്നും പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കട്ടെ എന്നും ആശിക്കുന്നു. പക്ഷേ പരിപാടിയുടെ സുരക്ഷാ നിലവാരം കണ്ട് കഷ്ടം തോന്നുന്നു. ഗാലറികൾക്ക് മുകളിൽ ഗ്രൗണ്ടിൽ നിന്നും ഏറെ ഉയരത്തിൽ തികച്ചും താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജ്, അതിൽ നിന്നും താഴെ വീഴുന്നത് തടയാൻ വേണ്ട സംവിധാനങ്ങൾ ഇല്ല. കേട്ടിടത്തോളം ആദ്യം പ്ലാൻ ചെയ്തതിലും ഇരട്ടി ആളുകൾ സ്റ്റേജിലേക്ക് എത്തി. സ്റ്റേജ് മൊത്തമായും തകർന്ന് വീഴാത്തത് ഭാഗ്യം. അപകടമുണ്ടായത് വളരെ അരക്ഷിതമായ സാഹചര്യം കൊണ്ടാണെങ്കിലും അപകടത്തിൽപ്പെട്ട ആളെ കൈകാര്യം ചെയ്ത രീതി കണ്ട് പിന്നെയും നടുങ്ങി. നട്ടലിനും കഴുത്തിനുമൊക്കെ പരിക്കേറ്റിരിക്കാൻ സാധ്യതയുള്ള ഒരാളെ ഉറപ്പുള്ള ഒരു സ്ട്രെച്ചറിൽ വേണം എടുത്തു കൊണ്ടുപോകാനായിട്ട്. അങ്ങനെയുള്ള ഒരാളെ എന്താത്മാർത്ഥത കൊണ്ടാണെങ്കിലും കുറച്ചാളുകൾ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് പരിക്കിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. എത്രയും വേഗം പ്രൊഫഷണലായ ഒരു രക്ഷാപ്രവർത്തനം ലഭ്യമാകും എന്ന വിശ്വാസം സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ പരിക്കേറ്റവരെ തൂക്കിയെടുത്ത് കിട്ടുന്ന വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുന്നത്. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ കാർ പാർക്കിങ്ങിന് വേണ്ടി പോലും ഡസൻ കണക്കിന് ആളുകളെ നിയമിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനമുള്ള 4 പേരോ അത്യാവശ്യമായ പ്രഥമ ശുശ്രൂഷ ഉപകരണങ്ങളോ ഒരിടത്തും കാണാറില്ല. ഒരു വർഷം 10,000 ആളുകളാണ് അപകടങ്ങളിൽ മരിക്കുന്നത്. അതിൽ പല മടങ്ങ് ആളുകൾ ജീവിതകാലം മുഴുവൻ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളോടെ ജീവിക്കുന്നു. ഈ അപകടങ്ങളും അപകടത്തിന് ശേഷമുള്ള പരിക്കുകളും മിക്കവാറും ഒഴിവാക്കാവുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു സുരക്ഷാ സാക്ഷരതാ പദ്ധതിയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. സുരക്ഷിതരായിരിക്കുക. ഇത്തരത്തിലാണ് മുരളി തുമാരക്കുടി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഈയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. അപകടശേഷം സുരക്ഷ ഒരുക്കുന്നതിൻ്റെ രീതികളെക്കുറിച്ച് വലിയ ചർച്ചകളും വന്നിരിക്കുകയാണ്.